ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അടുത്ത വീഡിയോ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് നമുക്ക് കിട്ടിയത് തോട്ടത്തിൽ നിന്ന്. ആക്ച്വലി ഇതൊരു മരത്തിൻ്റെ വേരാണ്. ഇതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. ഓക്കെ, ഇത് നല്ലൊരു ക്രാഫ്റ്റ് വർക്ക് പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല നമ്മുടെ ഈ റൂമുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ തരത്തിലുള്ള ഒന്നാക്കാം. ഒന്ന് കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേ നോക്കാം. നിറയെ മണ്ണുണ്ട് തോന്നുന്നു, നിറയെ. അപ്പോൾ ഇത് കഴുകാൻ നമ്മുടെ അച്ചൂട്ടൻ സഹായിക്കുന്നുണ്ട്. സ്കേറ്റിംഗ് പ്രാക്ടീസിൻ്റെ ഇടയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നു. നിറയെ മണ്ണുണ്ട്, ഇതൊക്കെ കുത്തി കളയണം. എല്ലാം മണ്ണേ ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കുന്നില്ല. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും അഴുക്കുണ്ട് കേട്ടോ. സോപ്പ് പൗഡറും ഒക്കെ ഇട്ടാണ് കഴുകണം. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലുള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നല്ല മണ്ണാണ് ഉള്ളിൽ കൂടെ. ഇങ്ങനെയുണ്ട് നമ്മുടെ കഴുകി വൃത്തിയായിട്ടുള്ള സാധനം. ഗ്യാപ്പ് കൂടെ അഴുക്കൊക്കെ കളയണം കേട്ടോ, അല്ലെങ്കിൽ അത് വൃത്തിയിടാവും. പിന്നെ അതിൻ്റെ ഒരുമാതിരി വെറിച്ച് നിൽക്കുന്ന ഐറ്റം ഇതൊക്കെ സൈഡുകളൊക്കെ വെട്ടി കൊടുക്കണം. ഓക്കെ, നല്ല വെയിൽ കൊണ്ടിട്ട് നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, കറക്റ്റായിട്ട് വെച്ചിട്ട്. നല്ല നമ്മുടെ ഒരു ഈ പഴയ മീൻതൊട്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഉണങ്ങിയിട്ട്. നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡും ഇതൊക്കെ ഒന്ന് ചുരണ്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചുരണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ എഡ്ജും ഇതൊന്നും പൊട്ടാതെ നോക്കുക എന്നുള്ളതാണ്. അഴുക്ക് പോകണം. അതേപോലെ അതിലൊട്ടിപ്പിച്ചിങ്ങനെ ഈ തോലിൻ്റെ ഉണ്ടാവില്ല, മരത്തിൻ്റെ തോലൊക്കെ, അങ്ങനെയുള്ളതൊക്കെ റിമൂവ് ചെയ്യണം. പിന്നെ ഇങ്ങനെ ഒരു ഈ ഫംഗസ് പോലുള്ളതൊക്കെ ഒന്ന് കളയണം. പക്ഷെ അതിൻ്റെ എഡ്ജിനൊന്നും സംഭവിക്കരുത്. എഡ്ജാണ് അതിൻ്റെ ഒരു ഭംഗി. സ്ക്രബ്ബർ ഇട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അടിഭാഗം കട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ വെള്ളമാണ്. ഇനിയിപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് വലിയണം, ഉണങ്ങണം. അതിനുശേഷം ഈ എഡ്ജിലല്ലാത്തടത്ത് കൂടെ നമ്മുടെ സാൻഡ് പേപ്പറല്ലേ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം. എന്നാലാണ് ഒരു ഫിനിഷിങ് കിട്ടും. സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു. പക്ഷെ നിറയെ വേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരുപാട്. കുറച്ചും കൂടി ക്ലീൻ ചെയ്യാണ്ട്. ക്ലീൻ ചെയ്തിട്ട് വേണം ഒരു മരത്തിൽ ഫിക്സ് ചെയ്യണം. നമുക്കൊരു മരം കിട്ടിയിട്ടുണ്ട്, പഴയതാണ്, ഒരു ചെറിയൊരു കഷ്ണം. ഇതിലോട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യണം, ഈ ഇതിൻ്റെ അടിഭാഗം. ഏകദേശം 90% ഓവറായി. ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു പ്ലൈവുഡിൻ്റെ ഒരു പീസാണ് വെച്ചിരിക്കുന്നത്. സ്ക്രൂ ചെയ്തിരിക്കുകയാണ് ഇതിലേക്ക് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, ബാലൻസ് ചെയ്തിട്ട്. പിന്നെ അപ്പോൾ ഇത് കണ്ടാൽ പഴയൊരു വേരാന്ന് തോന്നില്ലല്ലോ. ഇനി കുറച്ചും കൂടി വർക്കുണ്ട്. പ്ലൈവുഡ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് കാണുന്നേ ഒരു വൃത്തികേടല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് കൂടെ ഒരു നമ്മൾ ഈ പ്ലൈവുഡേ കവർ ചെയ്യാൻ വേണ്ടിയിട്ടേ ഒരു ബീഡിങ് ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് കറക്റ്റ് അളവാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു വിഡ്ത്ത് കാണാൻ വേണ്ടിയിട്ട് 2 പീസ് ഒരു സൈഡിൽ കൊടുക്കാൻ തരത്തിലാണ് റെഡിയാക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ബീഡിങ് ഫിക്സ് ചെയ്തത്. ഒരു സൈഡ് 2 സൈഡ് ഫിക്സ് ചെയ്തു. ഒരു വൃത്തിയില്ലേ കാണാൻ. ഇനി ഇത് പോളിഷ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഈ സൈഡ് കൂടി ഫിക്സ് ചെയ്യാം. അങ്ങനെ 4 പുറം ബീഡിങ് ഫിക്സ് ചെയ്തു കേട്ടോ. സാൻഡ് പേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ബോട്ടം. എങ്ങനെയുണ്ട് കാണാൻ? കുറച്ച് പണി കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളയാം. ഇതിലൊന്നും ഡസ്റ്റ് ഉണ്ടാവാൻ പാടില്ല നമ്മൾ വാർണിഷ് അടിക്കുമ്പോൾ. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ, ഗ്യാപ്പ് ഒന്നും വിടരുത്, പിന്നെ ബോറായിരിക്കും. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ എല്ലാ പോർഷനിലും ഇത് എത്തണം, എന്നാലേ അതിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഗ്യാപ്പുകളൊക്കെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ബീഡ് ചെയ്യണം, ഒരു ഉണങ്ങണം. നല്ല രസമായിരിക്കും.
ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞു കേട്ടോ. വാർണിഷ് ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങണം. അപ്പോൾ അച്ചു കല്ലൊക്കെ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർക്ക് പൂർത്തിയായിരിക്കുന്നു. ആക്ച്വലി വിറക് ആയിട്ട് അല്ലെങ്കിൽ ചെതല് പിടിച്ച് മണ്ണായിട്ട് പോകേണ്ട സാധനമാണ്. നല്ല സുന്ദരക്കുട്ടപ്പനായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് നല്ല ഷൈനിങ്ങോടെ വന്നിട്ട് ഹാളിലിരിക്കുന്നത്. ആക്ച്വലി ഇത് നല്ല ഗ്ലാസ് ടേബിളൊക്കെ ആണെങ്കിൽ ഇതിന് മുകളിലൊക്കെ വയ്ക്കാൻ തനിയെ വെച്ചാൽ തന്നെ നല്ല ചന്തം ഉണ്ടാവുമല്ലോ. സൈഡിൽ കൂടെ കാണുന്ന ഈ കല്ലുകളൊക്കെ ഇല്ലേ, അതൊക്കെ വീട്ടിലെ കുട്ടികൾ പുഴയിൽ പോകുമ്പോൾ കുളിച്ച് വരുമ്പോൾ അവർ പെറുക്കി കൊണ്ടുവരുന്നതാണ്. ഞാൻ എല്ലാവരും എടുത്ത് നിർത്തുന്നു മാത്രം. എങ്ങോട്ട് സെറ്റല്ലേ? അപ്പോൾ എല്ലാവരും കാണും.